പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥനയിലേക്ക് പോകുന്നു. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക്. ഇത് വലിയൊരു മഹാ ബ്ലെസ്സിങ് ആയിട്ട് കരുതണമേ. കാര്യം ഇങ്ങനെ എല്ലാ ദിവസവും ഒരു അനുഗ്രഹം കിട്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പോകാൻ കഴിയണത് ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം ജനുവരി 11 ശനിയാഴ്ച എല്ലാ മക്കളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്നത്തെ എല്ലാ ജീവിതത്തിലും ഇന്നത്തെ യാത്രാ ജീവിതമുണ്ട്. പല മക്കളും ഈ ദിവസങ്ങളിൽ റോഡിൽ ജീവിക്കുന്നവരാണ്. വണ്ടിയെ തന്നെ ചിലരൊക്കെ. അപ്പോൾ അവരുടെ ജീവിതം റോഡിലായിരിക്കും. റോഡിൽ ജീവിക്കുന്ന അനേകം പേരുണ്ട്. മാസങ്ങളൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും ബ്ലോഗർമാരൊക്കെ ഉണ്ട്, മാസങ്ങളോളം റോഡിൽ ജീവിക്കുന്നവർ. അല്ല, നേരത്തെ ലോറി ഡ്രൈവർമാരുണ്ടാവും, അവരുടെ ജീവിതവും റോഡിൽ തന്നെയാണ്. നമ്മളുടെയൊക്കെ പലരുടെയും ജീവിതം റോഡിലാണ്. അതുകൊണ്ട് തന്നെ റോഡ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഭാഗമാണ്. റോഡിൽ സഞ്ചരിക്കേണ്ടി വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും കർത്താവെ നിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ചെറിയ വാഹനങ്ങൾ തൊട്ട് വലിയ വാഹനങ്ങളെ സഞ്ചരിക്കുന്ന മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. തിരക്കിൽ സഞ്ചരിക്കുന്നവരുണ്ട്. ഈശോയെ, സഞ്ചരിച്ച് കഴിയുമ്പോൾ തിരക്ക് കൂടി വരികയും നമുക്ക് എത്തേണ്ട സ്ഥലത്ത് സമയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുകയും നമ്മുടെ കൺട്രോൾ പോവുകയും ചെയ്യുന്ന സമയമുണ്ട്. കർത്താവെ, അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും എതിരെ വരുന്ന വാഹനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുറുകെ വരുന്ന വാഹനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യാത്ര തുടങ്ങി തിരിച്ച് വീട്ടിലെത്തുന്നതുവരെ സ്വസ്ഥവും സുരക്ഷിതവും സമാധാനമായിട്ട് തിരിച്ചെത്താൻ നിങ്ങളുടെ യാത്രകളെ പരിശുദ്ധമ്മ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ വാഹനങ്ങളെ ഏൽപ്പിക്കുന്നു. അത് കൈകാര്യം ചെയ്യുന്ന എല്ലാ സമയങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ. പിന്നെ നിങ്ങളുടെ യാത്രയുടെ ലക്ഷ്യങ്ങൾ, 100 പേരുണ്ടെങ്കിൽ 100 ലക്ഷ്യങ്ങളിലേക്കാണ് യാത്ര ചെയ്യണത്. ചിലപ്പോൾ അവിടെ കഴിവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം. അമിതമായി അവിടെ കഴിവിനെ ആശ്രയിക്കും. അത് നടക്കാതെ വരുമ്പോൾ നമ്മുടെ ദിവസവും പോകും, സമയവും പോകും. കർത്താവെ, യാത്രകൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് യാത്ര ചെയ്യാനുള്ള കൃപ അങ്ങനെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പോകുന്ന സ്ഥലങ്ങളിൽ ഇടപെടുന്ന വ്യക്തികളെ, കണ്ടുമുട്ടുന്ന വ്യക്തികളെ, ചെയ്യുന്ന കാര്യങ്ങൾ, സംസാരിക്കുന്ന വർത്തമാനങ്ങളെ എല്ലാം ഇന്ന് പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഉദ്യമങ്ങൾ നീ അനുഗ്രഹിക്കണമേ. ഉദ്യമങ്ങൾ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പരിധി നിൽക്കാത്ത വിഷയങ്ങളെ നീ ഏറ്റെടുക്കുകയും അങ്ങനെ സന്ധിക്കുകയും ചെയ്യണമേ. കർത്താവ്, ഞങ്ങൾക്കുണ്ടാകുന്ന ചില ക്ലേശങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കാനും പ്രാർത്ഥന എരിവുള്ളതാക്കാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാ അനുഭവങ്ങളിലൂടെയൊക്കെ കർത്താവിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തുവാനുള്ള കൃപയായി ഞങ്ങളെ വിവേചിക്കുകയും നയിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സാമ്പത്തിക വിഷയങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലയിൽ പോകുന്നവർ, സാമ്പത്തിക സ്ഥാപനങ്ങളിൽ പോകുന്നത്, സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നത്, ആരോഗ്യ പരിപാലനത്തിനായി പോകുന്നത്, ആശുപത്രി പോകുന്നവർ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജീവിത ഉദ്യമങ്ങൾക്ക് വേണ്ടി ഓരോ വ്യക്തികളെ കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ നീ ആശ്രയിക്കുന്നു. ശനിയാഴ്ചയുമായിട്ട് പെരക്ക് സ്ഥാനം കാണുന്ന ദിവസങ്ങളുണ്ട്. സ്ഥാനം കാണുന്നവരുണ്ട്, പെരുപണി തുടങ്ങുന്നവരുണ്ട്, അടുക്കളപ്പണി വർക്ക് ഏരിയ തുടങ്ങുന്നവരുണ്ട്. അങ്ങനെ പല പുതിയ ഉദ്യമങ്ങൾ തുടങ്ങുന്നത് ആൾക്കാർ ശനിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എല്ലാ ഉദ്യമങ്ങളെയും, കടകമ്പോളങ്ങൾ നടത്തുന്നവരുണ്ട്, പുതുതായിട്ട് കട ആരംഭിക്കുന്നവരുണ്ട്, പുതുതായിട്ട് തൊഴിലിടുന്നവരുണ്ട്. കർത്താവെ, പലതരത്തിൽ ഈശോയെ കാവൽക്കാരും മീൻ വളർത്തുന്നവരും മീൻ പിടിക്കുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം നീ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവരുടെ ഉദ്യമങ്ങളെല്ലാം നീ ആശീർവദിക്കണ കർത്താവ്. ചാലുകളിൽ മീൻ ചത്തുപോകുന്നതായിട്ട് പരാതി പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള എല്ലാ മക്കളെയും അതുകൊണ്ട് എന്തുകൊണ്ടാണോ ഞങ്ങൾ ജീവിക്കുന്നത് ആ ജീവിത മേഖലകളിൽ നിന്ന് ഇപ്പോൾ ആശീർവദിക്കണം. അതിൻ്റെ ദോഷതടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. യേശു സ്തോത്രം, യേശു നന്ദി, യേശു ആരാധന. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പിന്നെ ഉണ്ടല്ലോ, നമ്മൾ എന്നും കൊന്നും ഇങ്ങനെ വിശ്വാസികളായാൽ മാത്രം മതിയോ? കർത്താവ് ആഗ്രഹിക്കണത് നമ്മൾ വളരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം കേവല വിശ്വാസികളാകും. കേവല വിശ്വാസികൾ പിന്നെ സാക്ഷികളാകും. സാക്ഷികൾ പിന്നെ ശിഷ്യന്മാരാകും. ശിഷ്യന്മാർ പിന്നെ അപ്പോസ്തലന്മാരാകും. അങ്ങനെ ആത്മീയ വളർച്ചയ്ക്ക് വ്യത്യസ്തമായ ഘട്ടങ്ങളുണ്ട്. അല്ലാതെ 60 വയസ്സാകുമ്പോഴും ഒരു വിശ്വാസിയായിട്ട് ജീവിച്ചിട്ട് ഒരു കഥയുമില്ല.
കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കട്ടയമ്പഴം മടക്കി ഇവിടുന്ന് വണ്ടി വിട്ട് പോകേണ്ടി വരും. അപ്പം ഒരു വിശ്വാസിയായിട്ടാണ് പോണത്. അങ്ങനെയല്ല, കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ട് പോകണം. അത് കർത്താവ് അങ്ങനെ തിരിച്ചാണ് ആൾക്കാരെ കാണുന്നതേ. ചിലപ്പോൾ ഈശോ പറയത്തില്ലേ, അവർ രഹസ്യമായി ഈശോ പഠിപ്പിക്കായിരുന്നവരെ. കാരണം ആൾക്കാർ പൊതുവായിട്ടുള്ളപ്പോൾ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങളല്ല കർത്താവ് ശിഷ്യന്മാരോട് പറയണത്. ശിഷ്യന്മാരോട് പറയാൻ വേണ്ടി മാത്രം ഈശോ രഹസ്യമായിട്ട് ഇവരെ ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോവുകയും ശിഷ്യത്വത്തിൻ്റെ പണിശാലകളുടെ വലിയ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇവരെല്ലാം ഒരുപോലെ ഇരിക്കുമെന്നാണ് നിങ്ങൾ കരുതണത്? ഒരിക്കലുമല്ല. അതുകൊണ്ട് സന്തോഷത്തോടെ സാക്ഷ്യം, ബൈബിളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സന്തോഷത്തോടെ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞാൽ, ക്രിസ്തുവിന് വേണ്ടി, വചനത്തിന് വേണ്ടി അല്പം തേങ്ങ സഹിക്കുമ്പോൾ സന്തോഷം തോന്നിയാൽ നീ ശിഷ്യനാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഒരു ഭാഗമുണ്ട് ബൈബിളിൽ. കർത്താവിൻ്റെ ക്ലേശം അനുഭവിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നണം. 5:41 അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:41. അപ്പോസ്തല പ്രവർത്തനം 5:41. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. ചില സമയത്തൊക്കെ വീട്ടിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലും ബൈബിൾ വായിക്കുന്നവോ ഒരു പുണ്യാളത്തി ഇരിക്കുന്നു എന്നാൽ പള്ളിയിൽ അച്ചോണ്ട് പറഞ്ഞിട്ട് രൂപക്കൂട് വാങ്ങിച്ചു തരാമെന്ന് ആക്ഷേപിക്കും. നമുക്കതിൽ സന്തോഷമാണ്. കർത്താവിൻ്റെ നാമത്തിൽ ചെറിയ വീട്ടിൽ നിന്നാണ് ആദ്യത്തെ ചെറിയ ആക്ഷേപങ്ങൾ കേൾക്കണം, പിന്നെയാണ് പുറത്തുനിന്ന് കേൾക്കണത്. ആദ്യം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടണം. അപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം തോന്നണം. അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? നീ വിശ്വാസി എന്നതിൽ നിന്ന് നീ ഒരു ശിഷ്യനായിട്ട് കർത്താവ് നിന്നെ ഉയർത്തിയെന്നാണ്. സന്തോഷം തോന്നിയാലേ ആ ശിഷ്യനാകത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്കും ആ വൈരാഗ്യമാണ് തോന്നണമെന്നുണ്ടെങ്കിൽ നിരാശ, ഞാൻ ഈ പരിപാടിക്ക് പോയിട്ടാണല്ല ആൾക്കാരെന്നെ കളിയാക്കണത് എന്ന് നിർത്തി കളയാമെന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വാസിയേക്കാൾ താഴ്ന്നു പോകും. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ആഹ്ലാദമാണ് നമുക്ക് വേണ്ടത് എപ്പോഴും. ഓരോ ദിവസവും ഞാൻ വിശ്വാസ നിലവാരത്തിൽ നിന്ന് ശിഷ്യന്റെ നിലവാരത്തിലേക്ക് നമ്മളത് 5:11 വായിച്ച്, മത്തായിയുടെ സുവിശേഷം 5:11-12 വായിച്ച്, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അപ്പൊ നിത്യത എന്ന് പറഞ്ഞ സന്തോഷത്തിന്റെ കാര്യമാണെന്ന് ഈശോ പറയണത്. അപ്പൊ നമ്മുടെ അനുദിന ജീവിതത്തിലെ കാര്യങ്ങൾ നടക്കണം, മാത്രമല്ല സന്തോഷം. നിത്യതയാണ് ഒരു ദൈവവൈദ്യന്റെ സന്തോഷം. അപ്പോൾ നിങ്ങൾ കർത്താവിനെ പ്രതി ആരോപണങ്ങളെ നമ്മൾ കേൾക്കുമ്പോൾ ആഹ്ലാദിച്ച് ഉല്ലസിക്കണം. എന്താണ്? സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കുമെന്ന്. അപ്പോൾ നിത്യതയോട് സന്തോഷിക്കാനാണ് പറയണത്. അനുദിന ജീവിതത്തിലെ സുവിശേഷത്തിനെ പ്രതി നമ്മൾ കേൾക്കുന്ന ക്ലേശം കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നണം. ചിലപ്പോൾ പള്ളിയിലച്ചന്മാർ തന്നെ ചിലപ്പോൾ നമ്മൾ ആക്ഷേപിച്ചെന്ന് വരും. കരിസ്മാറ്റുകാരൊക്കെ വരുമ്പോൾ എന്തുമാത്രം ആക്ഷേപങ്ങളാണ് പള്ളിയിൽ പരസ്യമായിട്ടൊക്കെ അവർക്കെതിരെ ചില അച്ഛന്മാർ ആൾക്കാരെ പറഞ്ഞിട്ടുള്ളത്. അവർ ഇരുത്തിക്കൊണ്ട് ഉരുക്കി കളഞ്ഞിട്ടില്ലേ? എന്നിട്ടും അവരെല്ലാം അതിനെ അതിജീവിച്ചുകൊണ്ട് അവർ സഭയിൽ വലിയ സുവിശേഷം വരെ ചെയ്തില്ലേ? കാര്യം എന്താണ്? അവർ അഭിഷേകം കിട്ടിയവർക്ക് അഭിഷേകം കിട്ടിയപ്പോഴാണ് ഇങ്ങനെ ആക്ഷേപം കേൾക്കുമ്പോൾ ആനന്ദമുണ്ടാകണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയെക്കുറിച്ച് ഞങ്ങൾ ആക്ഷേപിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ആനന്ദമുണ്ടാകുവാൻ ആവശ്യമായ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അപ്പൊ ഈ ഒരു ചെറിയ കാര്യങ്ങൾ ഓർക്കുക. കർത്താവിനെ കുറിച്ച് ആക്ഷേപങ്ങള് ദൈവവേല ചെയ്യുമ്പോൾ പ്രാർത്ഥനയെ പ്രതിയോ ആധ്യാത്മിക ജീവിതത്തെ പ്രതിയോ നമ്മുടെ തള്ളിപ്പറച്ച് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകണം. അപ്പം നമ്മൾ വിശ്വാസ നിലവാരത്തിൽ നിന്ന് നമ്മൾ സാക്ഷിയുടെയും ശിഷ്യൻ്റെ നിലവാരത്തിലേക്ക് ഉയരണം. അങ്ങനെ ദൈവം നിങ്ങളെ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നോൻപിൻ്റെ എല്ലാ ഉദ്ദേശം പരിത്യാഗത്തിൻ്റെയും പാപപരിഹാരത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ഒക്കെ ഉദ്ദേശം എന്താണ്? ഒന്ന്, ലുക്ക 4:14 പറയണ പോലെ ദൈവത്തിലെ ശക്തീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നോൻപ് കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും മഹാശക്തന്മാരായിട്ട് വരണം. എന്താ കാര്യം എന്നറിയാവോ? കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു ചേട്ടായി സാക്ഷ്യം പറഞ്ഞായിരുന്നു.
എന്നാ സാക്ഷ്യം പറഞ്ഞത്? അദ്ദേഹം 50 കൊല്ലമായിട്ട് മദ്യപിക്കുന്ന ആളാണ്. പക്ഷെ പറയണേ, ഇപ്പം ഞാൻ മദ്യപിച്ചിട്ടൊരു കൊല്ലമായി. കാര്യം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ മദ്യപിച്ചിട്ടില്ല. പണ്ടൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ്, നോൻപ് കാലമാകുമ്പോൾ ഞാൻ കുടി നിർത്തും, നോൻപ് കഴിയുമ്പോൾ പിന്നെ തുടങ്ങും എന്നാണ് അദ്ദേഹം സാക്ഷ്യം നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ദൈവത്തിനെ കളിയാക്കുന്നത് പോലെയാണ് ശരിക്കും. അങ്ങനെ ഒരു നോൻപില്ല, അങ്ങനെ ഒരു നോൻപില്ല. അത് ആഭാസന്മാരാണ് അങ്ങനെയുള്ള നോൻപ് ചെയ്യത്തുള്ളൂ, ദൈവത്തിനെ പറ്റിക്കണത്. അങ്ങനെ നമുക്ക് നോൻപെടുക്കാൻ പറ്റത്തില്ല. സത്യസന്ധമായിട്ട് മാത്രമേ നോൻപെടുക്കാൻ പറ്റത്തുള്ളൂ, നീ ചെയ്യണ സത്യമാണെങ്കിൽ. ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ ആത്മാവിന് അതുകൊണ്ട് പ്രയോജനമില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, സത്യസന്ധമായി നിന്നെ സ്നേഹിക്കുന്ന നിന്റെ പാവപരിഹാര പ്രത്യാഗ പീഡാനുഭവങ്ങളോട് ഐക്യദാർഢ്യം പുലർത്തി ജഡത്തിന്റെ ഇച്ഛയനുസരിച്ച് ജീവിച്ചിരുന്ന ഞങ്ങള് ആത്മാവിന്റെ ഇംഗിതമനുസരിച്ച് ജീവിതം പുനഃക്രമീകരിച്ച് ആത്മാവിൽ ശക്തിപ്പെടാൻ ഈ നോൻപിലൂടെ ഞങ്ങളെ സഹായിക്കണമേ. ശ്രുതികട ഞങ്ങളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയാൻ, പുതിയ മനുഷ്യനെ സ്വീകരിക്കാൻ, ആത്മാവിൽ വിശുദ്ധീകരണം പ്രാപിക്കാൻ, പരിശുദ്ധാത്മാവില് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ, ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ. ദൈവസ്തുതി പാടിടാം, ദൈവസ്നേഹം നൽകണേ, ദൈവസ്തുതി പാടിടാം, ദൈവസ്നേഹം നൽകണേ. ഓ പാവനാത്മാവി പരം നിറങ്ങേണമേ, നിന്റെ ശുദ്ധി എൻ്റെ ഹൃത്തിൽ നിറയ്ക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആത്മാവാണ് നമ്മളെ ഈശോനെ മരുഭൂമിയിലേക്ക് നയിച്ചത്, അല്ലേ? അവിടെ വെച്ചാണ് ഈശോ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടത്. അപ്പോൾ എപ്പോഴും പരീക്ഷിക്കപ്പെടുമ്പോൾ ആ പരീക്ഷണങ്ങളിലേക്ക് നയിക്കുന്നതിൻ്റെ ഒരു കണ്ടൻ്റ് ആരായിരിക്കും? ദൈവം തന്നെയായിരിക്കും. എന്തിനാണ് നമ്മളങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്? നമ്മളെ ശക്തീകരിക്കാനാണ്. ദൈവം തന്നെയായിരിക്കും നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നതിന് മുമ്പ്, ചേർന്ന് നിൽക്കുന്നതിന് മുമ്പ് കർത്താവ് നമ്മളോട് കൺസെൻറ്റ് വാങ്ങിക്കും. കാര്യം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനമായിരിക്കണം അത്. അതുകൊണ്ട് അപ്പോസ്തലന്മാരോട് ഈശോ 2 ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. ഒന്ന് ചോദിച്ചത്, ഒരു പ്രാവശ്യം വിട്ടു പോകരുത് എന്ന് പറഞ്ഞു. പിന്നെ വിട്ടു പോകണമെന്ന് ചോദിച്ചു. ഒരു ചോദ്യം ഒരാൾ തന്നെ ചോദിച്ചതാണ്. ഈ വിട്ടു പോകാനും വിട്ടു പോകാതിരിക്കാനും ഉള്ളതാണ് പ്രലോഭനം എന്ന് പറയുന്നത്, പലപ്പോഴും വരണത്. നോൻപ് കാലത്ത് നമ്മൾ ചിന്തിക്കണം. മനുഷ്യന് ഒരു ഇൻക്ലിനേഷനുണ്ട് വിട്ടുപോകാനും പോകാതിരിക്കാനുമുള്ള വിളിയും വെല്ലുവിളിയുമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് ചോദിക്കും, നിങ്ങൾക്കും പോകണമെന്ന് ഉണ്ടോ? വിട്ടുപോകണമെന്ന് ചോദിക്കുന്നത്. നിങ്ങൾക്കും പോകണമെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിട്ടു പോകണമെന്നുണ്ടോ എന്ന് തന്നെയാണ് ചോദിക്കണത്. 6:68 യോഹന്നാൻ്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്കും പോകണമെന്നുണ്ടോ? ചില സമയത്ത് കർത്താവിൻ്റെ വചനങ്ങൾ കഠിനമാകും. വചനങ്ങൾ കഠിനമാകുമ്പോഴാണ് മനുഷ്യൻ വിട്ടു പോണത്. പ്രാർത്ഥന കഠിനമാകുമ്പോഴല്ല. പ്രാർത്ഥന കഠിനമായാൽ ആരും വിട്ടു പോകത്തില്ല. 2.5 മണിക്കൂർ വേണമെങ്കിൽ നിന്ന് ചൊല്ലിക്കൊള്ളൂ. 2.5 മണിക്കൂർ വേണമെങ്കിലും പ്രാർത്ഥന ചൊല്ലും. കുരിശിൻ്റെ വഴിയൊക്കെ ഇപ്പോൾ 3 മണിക്കൂറല്ല നടത്തണത്. പ്രാർത്ഥന കഠിനമാണെന്ന് പറഞ്ഞ് വിട്ടു പോകത്തില്ല വിശ്വാസമുള്ളവൻ. പക്ഷെ വചനങ്ങൾ കഠിനമായാൽ വിട്ടുപോകും.
നോൻപ് കാലത്ത് ഒരു മനുഷ്യന് വിട്ടുപോകാൻ സാധ്യതയുള്ള വിഷയം വചനങ്ങളുടെ കാഠിന്യമാണ്. ചില വചനങ്ങൾ പാലിക്കാൻ പ്രയാസമായി വരും. ചില വചനങ്ങൾ പാലിക്കാൻ എല്ലാവർക്കുമല്ല. വചനങ്ങൾ പാലിക്കാൻ ഉള്ള കഴിവനുസരിച്ചാണ് നീ എന്തുമാത്രം ദൈവത്തോട് വിട്ടുപോകാതെ നിൽക്കുന്നുവെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എപ്പോഴും വചനങ്ങളെ കൊണ്ട് അപ്പമാക്കാൻ വേണ്ടിയുള്ള പ്രലോഭനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈസിയാണത്. എല്ലാ വചനങ്ങളെയും അപ്പമാക്കി വയറ് നിറക്കുക എന്നുള്ള ആ പ്രലോഭനം, എല്ലാം അനുഗ്രഹമാക്കി മാറ്റി കഴിഞ്ഞുകൂടുക എന്നുള്ള ആ ഒരു താല്പര്യം. ആത്മാവിന് വേണ്ടുന്ന കാര്യങ്ങൾ നിന്നോട് 1 മൈൽ നടക്കാൻ ആവശ്യപ്പെടുന്നവനോട് 2 മൈൽ പോകാൻ പറയുന്ന സംഭവമില്ലേ, അത് വചനം കഠിനമാണ്. അപ്പമാകാനുള്ള വചനം കുറച്ച് എളുപ്പമാണ്. അപ്പോൾ വചനം കഠിനമാകുമ്പോഴാണ് വിട്ടുപോകാനുള്ള ഇത് തോന്നുന്നത്. ചില വചനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സംസാരിച്ചു. അമ്മയപ്പനും അമ്മായിയമ്മ വീട്ടിൽ വന്ന് നിൽക്കുക. ആരുടെ? ഭാര്യയുടെ. ഭർത്താവിൻ്റെ അപ്പനും അമ്മയും ഉണ്ട്. അവർക്ക് പോകാൻ ഇടമില്ല. മകൻ കഞ്ചാവടിച്ച് നാട്ടുകാരെ കൈകൊണ്ട് ചത്തതുപോലെ നാട്ടിലില്ല ഇപ്പം. ആ അപ്പനും അമ്മനും രോഗിയാണ്. ഭാര്യ ഇവിടെയാണ്. ഇവിടെ അപ്പനും അമ്മയും ഓൾറെഡി ഉണ്ട് ഭർത്താവിന്. പിന്നെ അവരെ എങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം? 4 പേരെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തണമല്ല പ്രശ്നം. നിർത്തി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ചില പുലിവാല എന്താണ്? മൂത്ത മകൻ്റെ കല്യാണക്കാര്യം വരണില്ല. 4 അപ്പനും അമ്മയും ഇവിടെ ഉണ്ടല്ലോ. മൂത്ത മകൻ്റെ കല്യാണക്കാര്യം വരണില്ല. അപ്പോൾ എന്താ കല്യാണം വരുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവസാനം ഇവർ ഗതികെട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ കല്യാണം വിട്ടത്? അപ്പോഴേ പറയണേ ഇത് വൃത്തമന്ദിരമല്ലേ എന്ന്. അപ്പോഴേ ഒരു തീരുമാനം എടുക്കാൻ വചനം കഠിനമാകണം. കണ്ടില്ലേ? അനുഭവം കൊണ്ട് വചനം കഠിനമായത് കണ്ടോ? അപ്പോഴേ അതിൻ്റെ പേരിൽ മകന് കല്യാണം കഴിക്കാൻ വേണ്ടി അപ്പനെയും അമ്മനെയും ഇറക്കി വിടണം. അപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതാണ് അവിടെയാണ് പ്രശ്നം. ഒരു വചനം കഠിനമാകണത് ഇങ്ങനെയാണ്. ഈ വചനം കഠിനമാകുമ്പോൾ ഇത് സ്വീകരിക്കാനുള്ള കഴിവനുസരിച്ചിരിക്കും കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതും ഇല്ലാത്തതും. ഇപ്പോഴേ ആ മകനെ സംബന്ധിച്ചിടത്തോളം അവനെ ആദ്യ നിലവാരം അപ്പൻ്റെ അമ്മയുടെ അമ്മനെ ഇറക്കി വിട്ടാലും കുഴപ്പമില്ല, എനിക്ക് കെട്ടിയാൽ മതി എന്നാണ് അവൻ ആദ്യം തീരുമാനിച്ചത്. ഇപ്പോൾ കർത്താവിൻ്റെ വചനം അവന് കയറി വന്നപ്പോൾ, അവൻ്റെ ആദ്യം കഠിനമായ വചനം ലഘുവായി വന്നപ്പോൾ, കർത്താവിൻ്റെ സ്നേഹം വർദ്ധിച്ച് വന്നപ്പോൾ അവരിപ്പോൾ തീരുമാനിക്കുന്നത് ഞാൻ കെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അപ്പനും അമ്മയെ ഞാൻ സംരക്ഷിക്കുമെന്നാണ്. ഒരു വിഷയം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ ഈ നോൻപ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ആന്തരികതയിലേക്ക് വരുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനങ്ങൾ കഠിനമാണെന്ന് ജീവിതാനുഭവങ്ങൾ കൊണ്ട് തോന്നുകയും അത് പാലിക്കുവാൻ നിവൃത്തിയില്ലാതെ പത്രോസിനെ പോലെ അപ്പോസ്തലന്മാരോട് നീ ചോദിച്ചതുപോലെ കർത്താവേ നിങ്ങൾക്കും പോണമോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയില് കർത്താവേ പത്രോസ് പറഞ്ഞതുപോലെ ഞങ്ങൾക്കും പറയാൻ കഴിയണമേ. എന്താണ് പത്രോസ് പറഞ്ഞത്? ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? എവിടെ പോകുമെന്നുള്ള സ്ഥലമല്ല പറഞ്ഞത്. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? ഒരു വ്യക്തിനെയാണ് പറഞ്ഞത്. മനസ്സിലായോ? ആ വാക്കെല്ലാം വളരെ വ്യക്തമാണ്. 6:69 6:67 മർക്കോസിൻ്റെ 6:60 മുതൽ തുടങ്ങുന്ന വചനങ്ങളാണിതെല്ലാം. 6:69 തീരണത്. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും എന്ന് പറഞ്ഞേ? നിത്യജീവന്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ. അപ്പോഴാ ഒരു വ്യക്തിയാണ് പ്രശ്നം. ക്രിസ്ത്യാനിറ്റി ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധമാണ്, അല്ലാതെ ഒരു സ്ഥലവുമായിട്ടുള്ള ബന്ധമല്ല. ഇനി സ്ഥലമാണെങ്കിൽ പോലും ആ വ്യക്തിയിലൂടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഈശോ പറയുന്നത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ഥലമൊരുക്കും. സ്ഥലം ആയിട്ട് ബന്ധപ്പെടുന്നതും ആ വ്യക്തിയിലൂടെയാണ്.
നീ ദൈവത്തിൻ്റെ കൂടെ ആണോ അല്ലയോ എന്ന് പറയണത് നീ ക്രിസ്തുവിൻ്റെ കൂടെ ആണോ അല്ലയോ എന്നുള്ളതിൻ്റെ ഉത്തരമാണ്. നീ ക്രിസ്തുവിൻ്റെ കൂടെ ആണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് അവരുടെ കഠിനമായ പദങ്ങൾ, വചനങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ നിനക്ക് വിട്ടുപോകാൻ തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, പത്രോസ് ചോദിച്ച പോലെ ഞങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ചോദിക്കുക. ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ ഉള്ളത്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, അഭിഷേക വചനങ്ങളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കരങ്ങളടിക്കാം സന്തോഷത്തോടുകൂടി. കർത്താവേ, നിത്യജീവന്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണ്. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. വിൺമഴയെ വീണ്ടും അഴിക്കണമേ, നിഞ്ചനമുണർന്നിടുവാൻ. വിൺമഴയെ വീണ്ടും അഴിക്കണമേ, നിഞ്ചനമുണർന്നിടുവാൻ. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇപ്പം വിട്ടു പോകണമോ എന്ന് ചോദിക്കുമ്പോഴേ ഈ വചനം കഠിനമാണെന്ന് പറയുന്ന യോഹന്നാൻ 6:60 ഒത്തിരി പേര് കഠിനമായത് കാരണം കർത്താവിനെ വിട്ടുപോയി. ഓർക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് വിട്ടുപോകും. കർത്താവിൻ്റെ ഏതെങ്കിലും വചനങ്ങൾ നിനക്ക് കഠിനമായി എന്ന് തോന്നിയാൽ നിനക്ക് നിവർത്തിക്കാൻ പറ്റണില്ല, അതിനാവശ്യമായ വിശ്വാസമില്ല, അതിനാവശ്യമായ ദൈവസ്നേഹമില്ല, അതിനാവശ്യമായ പ്രത്യാശ ഇല്ലെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഫാക്ടോ ബൈ നോ മീൻസ് യു ആർ ഔട്ട്. നിങ്ങളെ വിട്ടുപോയിരിക്കുകയാണ്. അതാണ് എൻ്റെ വിഷയം. ഏതെങ്കിലും ഒരു വചനം കഠിനമാണെന്ന് തോന്നിയാൽ അത് നിവർത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബൈ ഇറ്റ് മീൻസ് നിങ്ങൾ ഔട്ടാണ്. അതാണ് എൻ്റെ അപകടം എന്ന് പറയണത്. കർത്താവ് വിട്ടു പോകണമെന്ന് ചോദിക്കും. എല്ലാവരും വിട്ടു പോയി കഴിഞ്ഞപ്പോഴാണ് ചോദിച്ചത്. 12 പേരോട് ചോദിച്ചു, വിട്ടു പോകണോ? അപ്പോഴ് പത്രോസ് പറഞ്ഞ്, കഠിനമാണ് വചനം, വചനം കഠിനമാണ്. പക്ഷേ ഈ വചനം അനുദിന ജീവിതത്തിൻ്റെ വചനങ്ങളല്ല, കല്ലപ്പമാക്കുന്ന വചനങ്ങളല്ല, കല്ലപ്പമാക്കാനുള്ള വചനങ്ങളല്ല എന്നാണ് പിശാസിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുന്ന പത്രോസാണ്. ഈ വചനം കല്ലുകൾ അപ്പമാക്കാനുള്ള വചനങ്ങളല്ല, പിന്നെ എന്താണ്? നിത്യജീവൻ്റെ വചനങ്ങളാണല്ലോ. പ്രൈസ് ദി ലോർഡ്. അതാണ് പത്രോസ്. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? ഒരു വചനം കഠിനമാകുമ്പോൾ അത് അനുദിന ജീവിതം നടപ്പിലാക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായ നഷ്ടമോ മറ്റു നമ്മുടെ സൗകര്യങ്ങൾക്ക് നഷ്ടമോ ഉണ്ടാകുമ്പോൾ ആ വചനങ്ങളെല്ലാം കഠിനമാണ്. ആ വചനങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ലോകത്ത് ആരെങ്കിലും വചനം കഠിനമാണെങ്കിൽ അത് കർത്താവിൻ്റെ വചനം മാത്രമേ കഠിനമാകത്തുള്ളൂ. കാരണം എന്താണ്? പത്രോസ് പറഞ്ഞതാണ്, നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ എന്ന്. അതാണ് പത്രോസ് വിട്ടുപോകാതെ ഇരിക്കാൻ കാരണം. വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമുക്കൊരു കാരണമേ ഉള്ളൂ. എന്നാ കാരണം? അത് കർത്താവിൻ്റെ വചനങ്ങൾ കഠിനമായതുകൊണ്ടും അതിനേക്കാളുപരി അത് നിത്യജീവൻ്റെ വചനങ്ങളായതുകൊണ്ടാണ്. കൈയിട്ടിച്ച് കർത്താവ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനങ്ങൾ നിത്യജീവന്റെ വചനങ്ങളാണ്. അവ ദൈവത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയാണ്. അത് രക്ഷയുടെ വചനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കഠിന വചനങ്ങൾ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതിലെ ഹെവി ഡ്യൂട്ടി വചനങ്ങളാണ്. കഠിന വചനങ്ങൾ വരുമ്പോഴേ ജീവിതത്തിൽ കഠിന വചനങ്ങൾ വരും. അങ്ങനെ ഉണ്ടല്ലോ. ഈ വചനം കഠിനമാണെന്ന് കുറച്ച് പേര് പറഞ്ഞല്ലോ, ശിഷ്യന്മാർ പറഞ്ഞല്ലോ. അപ്പോൾ ചില ആൾക്കാർ കഠിന വചനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവരാണ് ജീവിതത്തിലെ. ഇളയ മകനെയാണ് അപ്പൻ്റെയും അമ്മയുടെയും ജീവനാംശം വെച്ചിരിക്കുന്നത്. ഇളയ മകൻ ആ ജീവനാംശം വിറ്റുകൊണ്ട് അപ്പനെയും അമ്മനെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ട് ഫ്ലാറ്റിൽ താമസിക്കാൻ. കാരണം ഭാര്യയ്ക്ക് ജോലി അകലെയായതുകൊണ്ട്. പക്ഷേ വലിയമ്മച്ചയ്ക്ക് അവിടെ താമസിക്കാൻ പറ്റണില്ല ഫ്ലാറ്റിൽ. അവർ പറമ്പിലൊക്കെ ഓടി നടന്ന ആൾക്കാരല്ലേ. ഇപ്പോൾ അവരുടെ കാലം നീരായി. അവർ തിരിച്ചു വരാൻ പോവുകയാണ്.
അപ്പോൾ തിരിച്ചു വരുമ്പോൾ താമസിക്കാൻ സ്ഥലമില്ല, ജീവനാംശം മകൻ വിറ്റിട്ടാണ് ഫ്ലാറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെന്ത് ചെയ്യും? ചട്ടായിയുടെ ഭാര്യ പറഞ്ഞ്, അപ്പനെ നമുക്ക് വിലക്ക് വാങ്ങിക്കാൻ പറ്റുമോ? അപ്പനുള്ളിടത്തോളം കാലമല്ലേ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുമെങ്കിൽ അപ്പനും കഴിക്കും. അപ്പനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, അമ്മനെയും വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. വചനം കഠിനമാണ്. അവർ വിട്ടുപോകാൻ തയ്യാറല്ല. അവർ അപ്പൻ്റെ അമ്മയുടെയും ജീവനാംശം കിട്ടിയില്ലെങ്കിൽ പോലും, അത് അണിഞ്ചിരിയാണ് കിട്ടിയെങ്കിൽ പോലും അപ്പനെയും അമ്മനെയും കർത്താവിൻ്റെ വചനത്തെ പ്രതി ഉപേക്ഷിക്കാൻ തയ്യാറല്ല, വിട്ടുപോകാൻ തയ്യാറല്ല. എന്തിനാണ്? നിത്യജീവൻ്റെ വചനങ്ങൾ. കൈയിട്ടിച്ച് കർത്താവ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം ആത്മാവും ജീവനുമാണ്. കർത്താവേ, ആകാശം മാറിയാലും മാറാത്ത വചനമാണ്, ഭൂതലം മാറിയാലും മാറാത്ത വചനമാണ്. അത് നിത്യജീവന്റെ വചനമാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് വചനം മാത്രം. കരങ്ങൾ ഉയർത്തി വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, ഹല്ലേലൂയ. സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, ഹല്ലേലൂയ. സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് വചനം മാറും. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളത് വചനം മാത്രം. കഠിന വചനങ്ങളിൽ നിത്യജീവനുണ്ടെന്ന് പറഞ്ഞത് ആരാണ്? പത്രോസാ. പത്രോസ് അല്ല ശരിക്കും പറഞ്ഞത്. ആരാണ്? ഈശോ പത്രോസ് എന്തെങ്കിലും പറയുമ്പോൾ പത്രോസിൻ്റെ വായിൽ നിന്ന് പിതാവിൻ്റെ വാക്ക് കേൾക്കാനാണ് ഈശോക്ക് കൊതി. ശിമയോൻ എന്ന് ഈശോ വിളിക്കും. മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. കൈയിടിച്ച് കർത്താവ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ വചനങ്ങളെല്ലാം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയത് പത്രോസ് പറഞ്ഞതുപോലെ ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ പിതാവാ, നന്ദി പറയുന്ന ദൈവമേ, അഭിഷേക വചനങ്ങളാൽ ശക്തിപ്പെടുത്തി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എല്ലാവരും പാടാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ലുക്കാ 5:40 ആണ് യോഹന്നാൻ 6:60 പറയുന്ന കഠിന വചന നിങ്ങളുടെ ഒരു ഉദാഹരണം. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലെങ്കിൽ കൂടി വിട്ടുകൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് അല്ലെ കേസുണ്ടാക്കി. അതായത് ഈശോ പറയണത്, അവനോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിച്ച് കഴിയുമ്പോൾ, അവൻ വിട്ടുപോവാതിരിക്കാൻ അവൻ കൂടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ പൊന്ന് വിട്ടുപോകും, ചിലപ്പോൾ വെള്ളി വിട്ടുപോകും. വിട്ടുപോകാത്ത ഒന്നുണ്ട്, അതും പത്രോസ് പറഞ്ഞതാണ്. വെള്ളി എന്നെ വിട്ടുപോയി, സ്വർണവും എന്നെ വിട്ടുപോയി. എന്താണ്? കർത്താവിൻ്റെ വാക്ക് കേട്ടത് കാരണം. സ്വർണ്ണവും വെള്ളിയും കർത്താവിൻ്റെ വാക്ക് കേട്ടത് കാരണം എന്നെ വിട്ടുപോയി. എന്നെ വിട്ടുപോകാത്ത ഒന്നുണ്ട്, കർത്താവ് യേശു ക്രിസ്തു നാമം കൈയടിച്ച് കിടന്നാണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, പത്രോസ് പറഞ്ഞ അഭിഷേകം ഓർക്കുന്നു. സ്വർണ്ണമോ വെള്ളി എന്റെ പക്കലില്ല, മറിച്ച് ഒന്ന് മാത്രമാണ്, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. യേശുനാമം അതിശയനാമം, നാമം. വിശ്വാസത്തോടെ പാടാം. യേശുനാമം അതിശയനാമം, നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമൽ വല്ലഭത്വമുള്ള നാമം. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമൽ വല്ലഭത്വമുള്ള നാമം.